സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ വിപിൻ തേവലക്കര. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു മഹാനായ കലാകാരനെയാണ്. അതായത് ചിത്രരചന കൊണ്ട് അത്ഭുതം തീർത്ത ഒരു പ്രതിഭാധനായിട്ടുള്ള ഒരു ചിത്രകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ വളരെയേറെ ചിത്രങ്ങൾ, 50-ലധികം ചിത്രങ്ങൾ വരച്ച് അതായത് ജീവൻ തുടിക്കുന്ന 50ഓളം ചിത്രങ്ങൾ വരച്ച് നാടിന് അഭിമാനമായി തീർന്നു. അതായത് പൊന്മന എന്നൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അല്ലേ? യെസ്, ആ നാട്ടുകാരനായിട്ട് ജന്മനാടായിട്ടുള്ള, അതായത് പൊന്മന ദേശവാസിയായിട്ടുള്ള പൊന്മനക്കാരുടെ അഭിമാനമായിട്ടുള്ള ഒരു കലാകാരൻ ശ്രീ സുമേഷ് കുമാർ. അദ്ദേഹത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സുമേഷ് കുമാർ, താങ്കൾ എത്ര നാളായി ഈ ചിത്രത്തിലേക്ക് കടന്നു വന്നിട്ട്? 2014 ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോൾ അങ്ങനെ എനിക്ക് കുറേ നല്ല ചിത്രങ്ങളൊക്കെ അങ്ങനെ വരയ്ക്കാൻ ഒരു സമയം കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പം എന്താണ്ട് 50-ലധികം ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. 50-ലധികം. ഓക്കെ. ആരുടെയൊക്കെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്? ഞാൻ കൂടുതൽ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റിങ്, ഓയിൽ പാസ്റ്റിൽ, വാട്ടർ കളർ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ അധികം പേരുടെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. അതുപോലെ സാഹചര്യം ഒത്തു വരാത്തത് കൊണ്ട് ഇതുവരെ കൊടുത്തില്ല. കൊടുക്കണം. താങ്കൾ ചിത്രരചന പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്രത്തോളം കാലം പഠിച്ചിട്ടുണ്ട് എന്ന് പറയാമോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. പിന്നെ ഇടയ്ക്ക് 2016 ഒരു വർഷത്തോളം പഠിച്ചതാണ്. പിന്നെ കൊറോണ ഒക്കെ ആയതിനു ശേഷം പിന്നെ തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഒരു രണ്ട് മാസത്തോളം ഞാൻ പഠിച്ചത്. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. അത് നല്ലൊരു പ്രതിഫലമായിരുന്നു. ഈ ചിത്രരചനയിൽ താങ്കളെ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഇതിന് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം, അവർ പൂർണ്ണ സപ്പോർട്ടാണ്. സാധനങ്ങളൊക്കെ വാങ്ങിത്തരുന്നതിനാൽ എല്ലാം നല്ല സപ്പോർട്ടാണ്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ. താങ്കളുടെ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ആ രീതിയിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അംഗീകാരം ഒന്നും അങ്ങനെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരുവിധം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് കൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം ചിത്രം വരയ്ക്കുന്നുള്ള അറിയാം. ഒരുപാട് പേര് നല്ല സപ്പോർട്ടാണ്. ഒരുപാട് പേര് ചിത്രം വരച്ച് തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം കാണത്തില്ല. അപ്പം അതുപോലെ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം താങ്കൾ അവശേഷിപ്പിക്കുന്നത് എന്താണ്? താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം? ഓരോരുത്തർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. അങ്ങനെ ആഗ്രഹമെന്ന് പറയാനുണ്ട്, ഈ ചിത്രം വരയിൽ തന്നെ നല്ലൊരു പേര് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചിത്രം വരയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കണം, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് ആഗ്രഹം. തൻ്റെ പരിമിതികളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിചാരിച്ചാൽ നടക്കാത്തായിട്ടുള്ള ഒന്നുമില്ല, നമുക്ക് കഴിയാത്ത, അല്ലെങ്കിൽ ആ പരിമിതികളെല്ലാം തരണം ചെയ്ത് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ഒട്ടനേകം ചിത്രങ്ങൾ അതെല്ലാം നമുക്ക് കാണാം. അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കലാകാരന് വേണ്ട എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടും നമ്മൾ നൽകി. അപ്പം ഈ ഒരു കലാകാരനെ സമൂഹം അറിയണം, ഇങ്ങനെ ഒരു കലാകാരനുണ്ടെന്നും ഇത്രത്തോളം കഴിവുകളുള്ള ഒരാൾ നമുക്കിടയിലുണ്ട് എന്നും. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന സപ്പോർട്ട്, എല്ലാവിധ പിന്തുണകളും നൽകി ഈ കലാകാരനെ നമുക്ക് ഉയരങ്ങളിലെത്തിക്കാൻ വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം.